ഹായ്, എൻ്റെ പേര് അൻഷിത. ഞാൻ വരുന്നത് മണ്ണാർക്കാട് കൊമ്പൻ എന്ന സ്ഥലത്താണ്. ഞാൻ JPS ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി 2024 എൻ്റെ സ്കോർ 693 ആണ്. എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമൊന്നുമല്ലായിരുന്നു MBBS പഠിക്കണമെന്നും ഡോക്ടർ ആവണം എന്നുള്ള ചെറുപ്പം മുതലുള്ള ആഗ്രഹമല്ല. ഞാൻ 10th കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നുമുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ +1 +2 വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എൻ്റെ കസിൻസ് എല്ലാവരും ഇങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച് അവർക്ക് ഓരോ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഒരു നീങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ അവർ ചെയ്ത പോലെ +1 +2 ഇൻറ്റഗ്രേറ്റഡ് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നത് കണ്ടപ്പോൾ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ നീറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയതും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അറിയാൻ തുടങ്ങിയത് ഓല കണ്ടിട്ടാണ്. അപ്പോൾ അവിടെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഒക്കെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കും, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ സീനിയേഴ്സും എല്ലാവരും എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തു. ആ +1 +2 എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നതാണ് MBBS പഠിക്കണം എന്നുള്ളത്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും എനിക്ക് +1 +2 കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ +2 കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ നമ്മുടെ ഡോക്ടർ JPS ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ കണ്ടു. 110 കുട്ടികൾ 56 MBBS എന്നുള്ള റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ ഇവിടെ കോൺടാക്ട് ചെയ്തു. JPS ആയിട്ട് സംസാരിച്ചപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയി ഇവിടുത്തെ റിസൾട്ടിനെ കുറിച്ചും ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചും അറിഞ്ഞപ്പം. അങ്ങനെ ഞാൻ ഡോക്ടർ JPSലേക്ക് ഇവിടെ എത്തി. അപ്പോൾ ഈ 2024 സ്കോർ എന്ന് പറയുന്നത് 693 ആണ്. ഈ സ്കോറിലേക്ക് എന്നെ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ക്ലാസ്സുകളും ഇവിടുത്തെ എക്സാംസും ആണ്. ഇവിടുത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. സാറുമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിനാണെങ്കിലും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ളത് ഫിസിക്സ് ആയിരുന്നു. ഞാൻ +1 +2 ടൈമിൽ പഠിക്കുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലും ടൈം കൊടുത്ത് സ്പെൻഡ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പഠിച്ച സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ്. അപ്പോൾ ആ സബ്ജക്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തപ്പോൾ എനിക്കതിന് പിന്നീട് അത് ഈസിയായി വരികയാണ് ചെയ്തത്. അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഫിസിക്സിന് എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ടൈമിലും ഏറ്റവും കൂടുതൽ എന്നെ ഫിസിക്സിൽ എൻ്റെ സാറിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ വരെ ഞാൻ നന്നായിട്ട് ഫിസിക്സിന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് ബുദ്ധിമുട്ടാണ്. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചും കൂടി അത് ഫിസിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പ്രോബ്ലംസൊക്കെ ചെയ്യാൻ. അതും പിന്നീട് അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴാണ് അത് റെഡി ആയി വന്നത്. പിന്നെ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് എക്സാം സീരീസാണ്. ഇവിടുത്തെ എക്സാം സീരീസാണ്. ഇവിടെ നമുക്ക് 2 സീരീസ് എക്സാം നടത്തിയിട്ടുണ്ട്. ആ എക്സാമാണ് ആക്ച്വലി ശരിക്കും ഞങ്ങളുടെ മാർക്ക് ഇത്രയും ബൂസ്റ്റ് ചെയ്യാൻ കാരണം ഈ എക്സാം സീരീസുകളാണ്. ലാസ്റ്റ് 3 month ആണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. ലാസ്റ്റ് 3 month ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു പണി. ഞങ്ങളെല്ലാവരും ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ ചെയ്യായിരുന്നു. ചില ദിവസം ചെയ്യില്ല, പക്ഷെ എന്നാലും മാക്സിമം ട്രൈ ചെയ്യായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനേക്കാൾ മോർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് അഭിപ്രായം. അത് ചെയ്താലേ നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തത് റെഡി ആവുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിന് ഞാൻ ചെയ്തൊരു സംഭവം, ഒരു ബുക്ക് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതാണോ അതൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബയോളജി, കെമിസ്ട്രി ഇതിന്നൊക്കെ NCERT എന്നുള്ള സെൻറ്റൻസുകൾ, കാരണം നമുക്ക് എപ്പോഴും അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ NCERT ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്കത് എവിടെ നിന്നാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, NCERT ഏത് ഭാഗത്തു നിന്നാണ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അപ്പോൾ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ആ ഒരു സെൻറ്റൻസും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ നോട്ട്ബുക്കിൽ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊന്നും ഒരു ചാപ്റ്റർ എന്നല്ല അതിലുള്ള പോയിൻറ്റ്സ് ഉണ്ടാവുക. ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ, ഫുൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ബുക്കിലും ഒരുപാട് ചാപ്റ്റേഴ്സ് എന്നുള്ള പോയിൻറ്റ്സ് ആയിരിക്കും ആ പേജിൽ ഉണ്ടാവുക. അപ്പോൾ ഡെയിലി ഞാൻ ആ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ചാപ്റ്ററിൽ നിന്ന് എനിക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് ലാസ്റ്റ് 3 month ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് കൊണ്ടുപോയിരുന്നു. അതുതന്നെയാണ് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലും ലാസ്റ്റ് ഒരു 2-3 days ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്നല്ല, ഒരുപാട് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരുപാട് ചാപ്റ്റേഴ്സ് എന്നുള്ള പോയിൻറ്റ്സ് അതിലുണ്ടായിരുന്നു. അത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ബുക്ക്. കെമിസ്ട്രി ഉള്ള സബ്ജക്റ്റിൽ ഓർഗാനിക് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഓർഗാനിക് എന്നുള്ളത്.
അപ്പോൾ ഓർഗാനിക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓർഗാനിക്കിൽ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു മെറ്റീരിയൽ എടുത്ത് റെഫർ ചെയ്തിട്ടില്ല. പക്ഷേ NCERT-ൻ്റെ ബാക്കിലുള്ള ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. NCERT ആണ് മെയിനായിട്ട് ഓർഗാനിക് നോക്കിയിട്ടുള്ളൂ. ഓർഗാനിക്കിന് കൂടുതൽ മെറ്റീരിയൽ എടുത്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ NCERT-യിലുള്ള അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു 2 to 3 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എക്സാമിൻ്റെ മുമ്പും അത് ഓൾറെഡി ചെയ്ത് വന്നിരുന്നു. ആ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് പിന്നെ റിവൈസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനോർഗാനിക് കെമിസ്ട്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതും ഞാൻ ഈ ഒരു ബുക്കിൽ അത് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അതിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഓരോ ഇൻക്രീസിങ് ഡിഗ്രീസിങ് ഓർഡറൊക്കെ ഈ ബുക്കിൽ ഞാൻ കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു, ഇനോർഗാനിക്കിൻ്റെ ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ NCERT സ്റ്റേറ്റ്മെൻറ്റുകൾ അതൊക്കെ ഞാൻ അതിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മൾ എക്സാമിന് നടത്തുന്ന ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ബയോളജി എന്ന് പറയുമ്പോൾ എനിക്കൊന്നുകൂടി ഈസിയായുള്ള സബ്ജക്റ്റാണ്. പക്ഷെ ഞാനതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ സാറ് നമുക്ക് NCERT ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു PDF നമുക്ക് തന്നിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും രാത്രി ഒരു ടൈമായി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കയറും, ഇത് സ്ക്രീനിലിടും. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ചാപ്റ്ററിനും NCERT ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ബയോളജി കുറച്ചുകൂടി സ്ട്രോങ് ആയി. പിന്നെ ഫിസിക്സും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലേ റെഡി ആവുള്ളൂ. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 മന്ത് പ്രിപ്പറേഷൻ ആയിരുന്നു. ലാസ്റ്റ് 3 മന്തിലാണ് ഞാൻ ഏറ്റവും മാക്സിമം ഞാൻ ചെയ്തത്. ഈ ലാസ്റ്റ് 3 മന്തിലായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എക്സാമും കാര്യങ്ങളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അനാലിസിസും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയത്. എന്നെ ഈ ജേർണലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പാരൻസാണ്. എൻ്റെ പാരൻസാണ് എൻ്റെ ഓരോ എക്സാമിനും എൻ്റെ മാർക്ക് കുറയുമ്പം ഒരിക്കലും എന്നെ മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ എന്നെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്. എന്നെ മാർക്ക് കുറഞ്ഞു എന്ന് എപ്പോഴും നോട്ടിഫൈ ആയിരുന്നു. അതിന് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും ഭയങ്കരമായിട്ട് അങ്ങോട്ടോട്ട് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഒരുമിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒരു ദിവസം എക്സാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഓരോരുത്തർക്ക് അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറഞ്ഞ് അത് ചെയ്യായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി 2024 എഴുതിയിട്ട് അത്ര സ്കോറൊന്നും കിട്ടാതെ ഇനി MBBS എന്നുള്ള ഡ്രീം കൊണ്ടുനടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർ ഇനി 2025 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരിക്കലും ഉഴപ്പാൻ നിൽക്കരുത്. ഈ ഒരു വർഷം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതെന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്താണോ നമ്മളെ ടഫായ സബ്ജക്റ്റ്, ഡിഫിക്കൽട്ടുള്ള സബ്ജക്റ്റ്, അതിന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇനി 2025 എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.